ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ ഈസി ആയിട്ടൊരു ചിക്കൻ കബാബ് വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാൻ ടേസ്റ്റിയുമാണ്. ഇത് ചിക്കനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഫിലോ മട്ടണിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിത് ചിക്കനിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഈ കബാബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് പൊടികളും, തൈര്, മൈദ, കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഈ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് കൈകൊണ്ട് അരിയുന്ന എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ ചോപ്പറിലിട്ടാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 സവോള, 8-10 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 5-6 പച്ചമുളകും, ഒരു 2-3 കുറച്ചുകൂടെ വിളഞ്ഞ മുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി തന്നെ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളേ. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ചേർത്തെങ്കിൽ കുറച്ച് നല്ലതാണ്. അങ്ങനെ ഇത് ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ചോപ്പർ ഇത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് ഉള്ളിക്കകത്തുനിന്നൊക്കെ കുറേ വെള്ളം ഇറങ്ങും. അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കെടുക്കാം. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതെല്ലാം ഞാൻ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം ചോപ്പറിലിട്ട് തന്നെയാണ് ഞാൻ ഈ ചിക്കന് ഒന്ന് കീമയാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കീമയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചോപ്പറിലോ മിക്സിയിലോ ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ റെഡിയാക്കി എടുത്ത ഈ ചിക്കനിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒണിയൻ ചില്ലിയുടെ മിക്സ് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളിൽ 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ചതച്ച മുളക് 2 ടീസ്പൂണ്, ചില്ലി പൗഡർ 2 ടീസ്പൂണ്, ഗരം മസാല 1.5 ടീസ്പൂൺ, ചാറ്റ് മസാല 1 ടീസ്പൂണ്. ഇത് 1 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്, കുറച്ചുകൂടി നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ജാതിക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അതിൻ്റെ ഫ്ലേവറിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഒരു 4 ടീസ്പൂണോളം തൈര് ഇതുപോലെ ഞാൻ സ്ട്രെയിനറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട്. അതിൽ നിന്ന് ഞാൻ ആ 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടീസ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്, ഇതൊന്ന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി സ്പൈസി കബാബാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഗ്രീൻ ചില്ലിയുടെയൊക്കെ അളവ് ഇച്ചിരിയും കൂടെ കൂടുതൽ എടുക്കണേ. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റെങ്കിലും നമ്മളിത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു സിപ്ലോ കവർ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് തൂത്ത് കൊടുത്ത ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്ന ആ ചിക്കനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇത്ര എമൗണ്ട്, ഏത് വലുപ്പത്തിനാണോ വേണ്ടിയത് ആ എമൗണ്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അന്നേരം കബാബ് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ കബാബും ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി ഒരു ട്രേയിൽ ഈ കബാബ് വെച്ച് ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്ത ശേഷം സിപ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നീട് അന്നേരം വേണ്ടി വരുമ്പം ഫ്രഷായിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് ഇതുപോലെ നേരത്തെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ലോ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ്റെ ഉള്ളെല്ലാം വേകണ്ടേ. ആവശ്യത്തിന് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഇത് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ ചെയ്താലും ഇതിന് ആ ഒരു ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കുന്ന നേരത്ത് ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കണം. അന്നേരം അധികം എണ്ണയൊന്നും കുടിക്കാതെ ഈ കബാബ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കബാബ് നമ്മൾ പാനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മിൻറ്റ് മയോ സോസാണ് എടുത്തേക്കുന്നത്. അതുണ്ടാക്കുന്നത് ഞാനിതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.